കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മനോഹരമായ ഈ സുന്ദരി റോസാപ്പൂക്കളെ പോലെ എല്ലാവരുടെയും ജീവിതം മനോഹരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മളുടെ പുതിയൊരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐശ്വര്യമായിട്ട് അമ്മ തുണി അങ്ങോട്ട് കഴുകി ഇടുകയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പം അമ്മയുടെ രാവിലത്തെ ജോലിയായിരുന്നു തുണിയെല്ലാം കഴുകി വിരിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ ജോലി ഏറ്റെടുത്തേക്കെന്ന് പറഞ്ഞാൽ കിച്ചൺ ഡ്യൂട്ടിയാണ് കേട്ടോ. എന്നും എൻ്റെ ജോലിയാണ് കുക്കിങ്ങിൻ്റെ ആ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലിയാണ് കേട്ടോ. അപ്പം ഞാൻ വളരെ ചെറുതായിട്ട് കൊണ്ടുവച്ച് നമ്പ്യാർ വട്ടത്തിൻ്റെ ഒരു ചെടിയാണ്. ഇപ്പോൾ അവൻ എല്ലാ ദിവസവും വിളക്ക് കത്തിക്കാൻ അമ്മയ്ക്ക് പൂ കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് പരാതിയായിരുന്നു നമ്മളെ വീട്ടിൽ പൂക്കളൊന്നുമില്ല, വിളക്കിന് ഒരു പൂ പോലും വെക്കാനില്ലത്. ഇപ്പോൾ കുഴപ്പമില്ല, നമ്പ്യാർ വട്ടം എന്നും ഒരു പൂവെങ്കിലും അത് കൊടുക്കും കേട്ടോ. പിന്നെ നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ പണികൾ നടക്കുകയാണ്. അപ്പോൾ അവർ ഇൻ്റർലോക്ക് ഇടുന്നു. അപ്പോൾ അതിൻ്റെ കട്ടകളും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുവാണ് കേട്ടോ വണ്ടിക്കകത്ത്. അതാണ് അവിടെ കണ്ടത്. ഇനി ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ തുണിയെല്ലാം വിരിച്ച് കുഴഞ്ഞ് അവിടെ സിറ്റൗട്ടിൽ പോയി ഫാനും ഒക്കെ ഇട്ട് ഇരിപ്പുണ്ട്. ആ നേരത്തിന് ഞാൻ നമ്മുടെ പണികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നൊരു ഷോർട്സ് വീഡിയോയ്ക്ക് അതൊരു സ്കിറ്റാണ് ഞാൻ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നൈറ്റി ഇട്ടേക്കുന്നത്. പിന്നെ ഞാൻ മാറ്റാനൊന്നും പോയൊന്നുമില്ല. എന്നാൽ പിന്നെ അത് കിടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത വീഡിയോ കുക്കിങ്ങിനകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അരിയെല്ലാം ഊറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുടിക്കാൻ ഒരു ചെരുവം വെള്ളം അനത്തുന്നുണ്ട്. അപ്പോൾ വെള്ളം അനത്തിയിട്ടുണ്ട്. അമ്മയാണെങ്കിൽ തുണി കഴുകാൻ പോകുന്നതിന് മുമ്പ് അവിയലിന് വേണ്ട പച്ചക്കറികളെല്ലാം അരിഞ്ഞ് തന്നിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ പച്ചക്കറികൾ അരിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചേക്കും. എന്തെങ്കിലുമൊക്കെ അണുക്കളുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി 2 തക്കാളിയും ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിടണം. അവമാന വെള്ളത്തിലൊന്നും ഇട്ട് വെക്കത്തില്ല. അരിയ സമയമാകുമ്പോൾ അരിഞ്ഞ് അങ്ങോട്ട് ഇടത്തതേ ഉള്ളേ. അപ്പം ഞാൻ എന്നും ചരുവത്തിട്ടാണ് വേവിക്കുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ചു കുക്കറിൽ ഒരു ബിസിൽ കേൾക്കുമ്പോഴത്തേക്ക് അവിയൽ റെഡി ആവുമല്ലോ. എന്നാൽ പിന്നെ എളുപ്പം പരിപാടി ആയിക്കോട്ടെ. 11 മണിയായി സമയം. അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഇച്ചിരി ഉപ്പും ഇട്ട് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾ നേരത്തെ കണ്ട നമ്മുടെ വെള്ളം നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച്, അപ്പോൾ കുറച്ച് തിളച്ച് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെക്കുന്ന ഫ്ലാസ്ക്കാണ്. അതേ ഫ്ലാസ്കിനകത്തേക്ക് ആവശ്യമായ ചൂടുവെള്ളം ഞാൻ എടുത്ത് വെക്കാറുണ്ട്. എപ്പോഴും നമുക്ക് ചൂടുവെള്ളം കുടിക്കേണ്ടതെന്ന് തോന്നിയാൽ അല്പം ചൂടുവെള്ളം എടുത്ത് കുടിക്കാമല്ലോ. എപ്പോഴും ചൂടാക്കാൻ വേണ്ടി നടക്കണ്ടല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ തിളച്ച വെള്ളവും എടുത്ത് അടപ്പയിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ റൈസ് കുക്കർ കേട്ടോ. അപ്പം ഞാൻ ഏത് ജോലികൾ ചെയ്താലും ഉള്ള പാത്രങ്ങൾ അന്നേരം കഴുകി പെറുക്കി അങ്ങ് മാറ്റും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അവസാനം എല്ലാം കൂടെ കഴുകാൻ നിന്ന് അതൊരു ജോലിയാണ്. അപ്പം നമ്മുടെ റൈസ് കുക്കറും കാര്യങ്ങളും എല്ലാം കൂടെ നമ്മുടെ ഈ കാണുന്ന പടിയിൽ ഈ സമയമാകുമ്പോൾ നല്ല വെയിൽ വരും. അപ്പോൾ ആ വെയിലത്തോട്ട് വെച്ച് കൊടുത്താൽ അതെല്ലാം ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. അപ്പോഴേ ഉണങ്ങി കിട്ടും. ഇനി തേങ്ങ ഒന്ന് ഉടയ്ക്കാൻ പോയാണ് കേട്ടോ. തേങ്ങ ഞാൻ അകത്ത് നിന്ന് ഉടയ്ക്കത്തില്ല, വെളിയിൽ പോയി നിന്നേ ഉടയ്ക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ വെളിയിൽ പോയി തേങ്ങയും എല്ലാം ഉടച്ച് വന്ന് അപ്പം ഈ ഒരു സാധനം ഇപ്പോൾ ഈ സ്റ്റീലിൻ്റെ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ ഉപകാരമാണ്. മറ്റേ നമ്മൾ ഈ കണ്ട പാത്രം എത്രയും കഴിവ് വെയിലത്ത് വെച്ചാലും അവിടുന്ന് പോയി പറക്കിയെടുത്ത് തിരിച്ച് വെക്കാൻ നിൽക്കണ്ടേ. ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ ആ ഓറഞ്ച് പാത്രത്തിനകത്ത് വെള്ളം എല്ലാം വീണ് കിടക്കും. അപ്പോൾ ആ വെള്ളം എല്ലാം അങ്ങെടുത്ത് കളഞ്ഞിരുന്നാൽ മതി കേട്ടോ. വെയിലത്ത് വെക്കുമ്പോൾ എങ്ങനെയാണോ പാത്രം ഉണങ്ങി കിട്ടുന്നത് അതുപോലെ തന്നെ പാത്രം ഉണങ്ങി കിട്ടും. 700 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. പക്ഷേ 700 രൂപ കൊടുത്താൽ സംഭവം നല്ല മുതലാണ്, വലിയ ആശ്വാസമാണ്. അങ്ങനെ തേങ്ങ തിരികൊണ്ടിരിക്കുമ്പോൾ ഒരു ദീർഘശ്വാസം വിട്ടാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് ആ ഒരു പാവം കണ്ടതേ. വേറൊന്നുമല്ല, ചൂട് കാരണം എനിക്ക് അടുക്കളയിൽ നിൽക്കാൻ വയ്യ. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ വിയർത്തൊലിച്ച് ഒരു പരുവായാണ് അടുക്കളയിൽ നിൽക്കുന്നത്. അങ്ങനെ എനിക്ക് പ്രഷർ ഒന്ന് ലോ ആയിരുന്നു. അങ്ങനെ പ്രഷർ ലോ ആവുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് അങ്ങ് പച്ചവെള്ളം പോലെ ദേഹം എല്ലാം അങ്ങ് തണുത്ത് വിയർക്കും ഞാൻ കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ പിന്നെ പെട്ടെന്ന് ഉപ്പിട്ട് നാരങ്ങ വെള്ളം പിഴിഞ്ഞ് തന്നു. അതാണ് ആ കുടിച്ചത് നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോഴത്തേക്ക് കണ്ട നമ്മുടെ അവിയലിന് അരപ്പ് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു, പൊട്ടി, അതിനകത്തേക്ക് നമ്മുടെ അരപ്പ് ഇട്ടു. അരപ്പ് വേറൊന്നുമില്ല, നമ്മൾ പച്ചമുളക് നേരത്തെ ഇട്ടത് കൊണ്ട് തന്നെയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, പിന്നെ ജീരകപ്പൊടി എല്ലാം കൂടി ഇട്ടാണ് അരപ്പ് അരച്ചെടുത്തത് കേട്ടോ. അങ്ങനെ അവിയൽ കണ്ട സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇത് ഇവിടെ ഉണ്ടാക്കുന്ന പാത്രങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ആഹാരങ്ങളെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. അപ്പം നമ്മൾ ആ കുക്ക് ചെയ്ത പാത്രത്തിനകത്ത് ഒന്നും തന്നെ ഞാൻ വെക്കാറില്ല കേട്ടോ. അപ്പോൾ തന്നെ അടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കാറുണ്ട്. അത് അങ്ങ് ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെക്കുകയും ചെയ്യും. ഇനി അടുത്ത ഡ്യൂട്ടി രസം വെക്കുകയാണ് കേട്ടോ. ഈ അവിയലും രസമൊക്കെ അച്ചായിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി മീൻകറിയോ എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഒരു 3-4 ദിവസം കൊണ്ട് ഹാപ്പിയാണ്. പക്ഷേ അച്ചായിക്ക് ഇച്ചിരി എന്താ പറയണ്ട, അവിയലോ രസമോ തോരനോ അങ്ങനെ എന്തെങ്കിലും. അതുകൊണ്ട് നമുക്ക് ഇത്തിരി ജോലിയാണ്. 2 കൂട്ടം ഐറ്റംസ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അച്ചായിക്ക് രസം, അവിയൽ, പിന്നെ മാങ്ങ അച്ചാർ കേട്ടോ. അതിന് പിന്നെ അച്ചാർ മാത്രം ഉണ്ടെങ്കിലും കഴിച്ചോളൂ. എൻ്റെ അച്ചായി ഒരു അച്ചാർ പ്രിയനാണ്. അപ്പോൾ അച്ചാർ അവിടെ കുപ്പിക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചാള കിട്ടിയായിരുന്നു. അപ്പോൾ ആ ചാള എല്ലാം കൂടെ ഞാൻ വിചാരിച്ചു ഇത്രയേ ഉള്ളൂ ചാള. അപ്പം എനിക്കും അമ്മയ്ക്കും മതിയല്ലോ, കറി വെക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മളല്ലാതുള്ള ദിവസങ്ങൾ വെജിറ്റബിൾസ് കറികളൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ എനിക്കും അമ്മയ്ക്കും ആണെങ്കിൽ ആ വെജിറ്റബിൾ കറികളുടെ കൂടെ
ഈ ഒരു എന്താ മീൻ പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ ഞാനും അമ്മയും ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ പൊരിക്കുന്ന മസാലയാണ് നിങ്ങൾ കണ്ടത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, മസാലപ്പൊടി, ഉപ്പും എല്ലാം കൂടിയിട്ട് മീനിൻ്റെ മസാല നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിനകത്തേക്ക് ബാക്കിയുള്ള മീനെല്ലാം എടുത്ത് ഫ്രീസറിനകത്ത് അങ്ങ് വെക്കും, മസാല പുരട്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 3-4 മീൻ എടുത്ത് ഞാൻ പൊരിച്ചിട്ടുണ്ട്. കാരണം ഒന്നൊന്നും തിന്നാൽ നമുക്ക് പറ്റത്തില്ല. എനിക്കൊരു 2-3 പൊരിച്ച മീനെങ്കിലും ഒക്കെ തിങ്ങണം, ഇല്ലെങ്കിൽ എനിക്കൊന്നും ആവത്തില്ല കേട്ടോ. അമ്മയ്ക്ക് ഒരു 2 കൊടുക്കും. ഇതാണ് ഞങ്ങളുടെ മീൻ പൊരിച്ചാലുള്ള കണക്ക് എനിക്കും അമ്മയ്ക്കും. ഇനി അടുത്ത രസം വെക്കുകയാണ്. എണ്ണയൊഴിച്ചു, കടുകിട്ടു, അതിനകത്തേക്ക് നമ്മൾ താണ്ടെ വെളുത്തുള്ളിയും പിന്നെ കുഞ്ഞുള്ളിയും കൂടി ചതച്ചതിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വേണ്ട പൊടികളാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, ഇത്രയും പൊടികളാണ് നമുക്ക് രസത്തിന് വേണ്ടത്. രസം വെക്കാൻ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പം പിന്നെ തക്കാളി ഞാൻ മിക്സിയുടെ കുഞ്ഞു ജാറിലൊന്ന് ക്രഷ് ചെയ്തിടും കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ ഒക്കെ ഇട്ട് താണ്ടെ പുളിവെള്ളം ഒഴിച്ച് അല്ലാതെ വെള്ളം ഒഴിച്ച് ഇളക്കി എടുത്തപ്പോൾ നമ്മുടെ രസം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പയിൽ താണ്ടെ പൊരിച്ച മീൻ കിടന്ന് കൂവുന്നുണ്ട്. എന്നെ ഒന്ന് തിരിച്ചിടറേ, ഞാനിവിടെ കിടന്ന് മുരിയുവാന്ന് പറഞ്ഞ് പിന്നെ ഓടിപ്പോയി അവനെ അങ്ങ് തിരിച്ചിട്ട് അതിന് ശേഷം താണ്ടെ ബാക്കിയുള്ള പാത്രങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകി ഞാനങ്ങ് മാറ്റിയതുകൊണ്ട് തന്നെ എനിക്ക് കുക്കിംഗ് തീർന്ന ഉടൻ തന്നെ അടുക്കളയിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോകാം കേട്ടോ. പോയി ഫാൻ്റെ മൂട്ടിലൊന്നും ഇരുന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ. എന്ത് ചൂടാന്നാ പറയുന്നത്, നമ്മുടെ അടുക്കളയിലൊക്കെ ഈ സമയത്ത് നിൽക്കാൻ വയ്യ. എന്നിട്ട് ഞാൻ ആലോചിക്കും, ഈ കൽപ്പണിക്കൊക്കെ പോകുന്ന മാമന്മാരുടെയൊക്കെ അവസ്ഥ. നമ്മുടെ കൺമുമ്പിൽ തന്നെ നിന്ന് പണി ചെയ്യുമല്ലേ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വീടിൻ്റെ പണി നടക്കുന്നത് നമുക്ക് കാണാം. അവത്തങ്ങൾ ആ വെയിലത്ത് നിന്ന് ഉരുകി ജോലി ചെയ്യുന്നത്. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? ഇല്ലേ, ആണുങ്ങളൊരു കഷ്ടപ്പാടേ. ഓക്കെ, അങ്ങനെ കണ്ട് നമ്മുടെ പൊരിച്ച മീൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം പൊരിച്ച മീൻ തയ്യാറായപ്പോൾ തന്നെ ഞാനൊരു പാത്രത്തിലേക്കും അതിനെ എടുത്ത് മാറ്റുവാണേ. അപ്പോൾ ഈ ഓയിൽ ഞാനൊരു 2 ദിവസമൊക്കെ യൂസ് ചെയ്യും. കാരണം കുഴപ്പമില്ല, നമുക്ക് 2 ദിവസം ഒക്കെ എടുക്കാമല്ലോ. അപ്പം ആ ഓയിൽ ഞാനത് അടച്ചങ്ങ് വെക്കത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തണ്ട ഒരു പാത്രത്തിലേക്ക് രസമായിട്ടുണ്ട്. അപ്പോൾ രസത്തിനെ അങ്ങോട്ട് പാത്രത്തിലേക്ക് ഒഴിച്ച് നേരെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയപ്പോൾ കുക്കിംഗ് തീർന്നിട്ടുണ്ടേ. ഇനിയാണ് നമ്മുടെ ഗ്യാസ് കുട്ടൻ്റെ കുളി. ഇവൻ എല്ലാ ദിവസവും കുക്കിംഗ് തീരുമ്പോൾ ഈ ഒരു സമയത്ത് സോപ്പും ഒക്കെ ഇട്ടൊരു കുളി പതിവാണ് കേട്ടോ. അങ്ങനെ അവനെ സോപ്പും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് തുടച്ച് വെളുപ്പിച്ചെടുക്കുവാണേ. അപ്പോൾ എൻ്റെ ഗ്യാസ് ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നത് പോലെ ഞാൻ ഒരു ചായ ഇട്ട് കഴിഞ്ഞാൽ പോലും അതിനെ തുടയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഗ്യാസിനെ കണ്ടാൽ ഇപ്പോൾ മേടിച്ചത് കണക്കാണ് കാഴ്ചയിൽ അവനെ തോന്നാറ്. എന്നാൽ അവനൊരു ഏകദേശം ഞങ്ങൾ മേടിച്ചിട്ട് 6-7 വർഷത്തോളമായിട്ടുണ്ട് എൻ്റെ ഗ്യാസ് ഞാൻ മേടിച്ചിട്ട് കേട്ടോ. ഏതൊക്കെ ഗസ്റ്റ് വന്നാലും ചോദിക്കും, ഗ്യാസ് എന്താ ഇങ്ങനെ പുതിയ കണക്കിരിക്കുന്നത്? ഞാൻ പറയാം, ഒന്നേ ഉള്ളൂ, എപ്പോഴായാലും നല്ല രീതിയിൽ കണ്ണാടി പോലെ തൂത് തുടച്ച് വൃത്തിയാക്കി വെക്കുക. അപ്പം അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കിച്ചണെല്ലാം സോപ്പിട്ട് തേച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും പാടുപെട്ട് ഉച്ചലത്തെ പരിപാടി തീർന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുമ്പം എന്തോ ഒരു പാടാണല്ലേ. കഴിക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്. അതാണ് ഒരു സത്യസന്ധമായ കാര്യം. ഇനി നമ്മുടെ ഉച്ചഭക്ഷണങ്ങളാണിത്. രസം, അതുപോലെ തന്നെ പിന്നെന്താണ്, പൊരിച്ച മീനുണ്ട് കേട്ടോ. പൊരിച്ച മീൻ, പിന്നെ നമുക്കത് പറയാനുള്ളത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള അവിയൽ, ഒരു ശകലം ഒന്ന് വെന്ത് പോയ അവിയൽ, പിന്നെ ഇന്നലത്തെ കുറച്ച് ഞണ്ട് കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചലത്തെ സ്പെഷ്യൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മളെ വീട്ടില് ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്നതും അടുക്കള ജോലികളും മാത്രമായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കുകയും ചെയ്യരുത്. എങ്കിലേ ഇതുപോലുള്ള മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എന്താണ് ചെയ്യേണ്ടത്? ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നമ്മുടെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ടാറ്റ. അതുപോലെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ലോങ് വീഡിയോസ് ആഴ്ചയിൽ ഒരു ദിവസം ചൊവ്വാഴ്ച രാത്രി 8:30-ക്കാണ് നമ്മുടെ ലോങ് വീഡിയോസ് എല്ലാം വരുന്നത് കേട്ടോ. പിന്നെ ഡെയിലി ഷോർട്സ് വീഡിയോസ് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ വീഡിയോകളും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ടാറ്റ.